ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്കൂൾ വീണ്ടും തുറക്കും. വീണ്ടും ഞാൻ റോളർ കോസ്റ്ററിലേക്ക് കയറാൻ പോവാം. എല്ലാ അമ്മമാരുടെയും ഒരു ചിന്തയാണല്ലേ, എങ്ങനെ ഞാൻ എൻ്റെ മക്കളെ സ്കൂളിൻ്റെ ഡെയിലി റൂട്ടീൻസിലേക്ക് തിരികെ കൊണ്ടുവരും. ഇത്രയും നാൾ പൂരപ്പറമ്പ് പോലെയായിരുന്നു. തോന്നുമ്പോൾ എഴുന്നേറ്റ് ഫുഡ് കഴിച്ച് ഫുൾ ടൈം കളിയും ചിരിയും. അവർക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. മക്കളെ സ്കൂളിലേക്ക് തയ്യാറാക്കി വിട്ടിട്ട് വേണം ഓഫീസിലേക്ക് ഓടാൻ. എന്നാലും അവർ സ്കൂളിലേക്കൊന്ന് സെറ്റാകുന്നത് വരെ വീണ്ടും ഒരു ടെൻഷൻ തന്നെയാണ്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്കൂളിലെ ആദ്യ ദിനങ്ങൾ ടെൻഷൻ ഫ്രീ ആക്കാം. ഫസ്റ്റ് വൺ, സെറ്റപ്പ് എ ബാക്ക് ടു സ്കൂൾ ഹോം റുട്ടീൻ. കാരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, അവരിങ്ങനെ ഒരു റുട്ടീനും ഇല്ലാതെ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് ഇഷ്ടമുള്ളപ്പോൾ കഴിച്ച് മുന്നോട്ടിങ്ങനെ പോവല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇവർക്ക് വീണ്ടും ഒരു റുട്ടീനിലേക്ക് കയറിയാൽ അത് ഒത്തിരി സ്ട്രെസ്സായിട്ട് തോന്നും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഫോർ എക്സാമ്പിൾ ഒരു 1 വീക്ക് മുൻപേ നമ്മൾ ചെറുതായിട്ട് ചെറിയ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് 9 മണിയാക്കാം, പിന്നെ അത് 8ലേക്ക് കൊണ്ടുവരാം, 7ലേക്ക് കൊണ്ടുവരാം, പിന്നെ 6ലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക. അതുപോലെ ഭക്ഷണ കാര്യത്തിലും ബാക്കി കാര്യങ്ങളിലുമെല്ലാം. സെക്കൻഡ് വൺ, കമ്മ്യൂണിക്കേറ്റ് അബൌട്ട് ഗോയിങ് ബാക്ക് ടു സ്കൂൾ. സ്കൂൾ തുറക്കാറായി, ഇനി നമ്മൾ ഇങ്ങനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോരാ, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സമയമായി എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടുന്ന സമയം അടുത്തു. അവർ അത് കാര്യങ്ങൾ അറിയിക്കുക. ദെൻ നർച്ചർ സ്കൂൾ ബിലോങ്ങിങ്സ് ഇൻ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിന് നല്ലൊരു രീതിയാണ് നമ്മൾ ഈ ബാഗ് പർച്ചേസ് ചെയ്യാൻ പോകുന്നു, ബുക്സ് പർച്ചേസ് ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് ബുക്സ് എല്ലാം നീറ്റാക്കുന്നു, പൊതിഞ്ഞ് നീറ്റാക്കുന്നു. ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിച്ചാൽ അവർക്ക് സ്കൂളിലേക്ക് പോകാൻ റെഡിയാകുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാകാൻ നന്നായിരിക്കും. നെക്സ്റ്റ് ആണ് അഡ്രസ് ദ റീസൺ ഫോർ സ്ട്രെസ്. അവർക്ക് എന്തെങ്കിലും സ്ട്രെസ്സിനുള്ള റീസൺ എന്താണെന്നുള്ളത് നമ്മൾ പേരൻസ് ചോദിച്ച് മനസ്സിലാക്കുക. ചില കുഞ്ഞുങ്ങൾക്ക് 2 മാസം കൊണ്ടൊക്കെ ഹോം ഒരു ഭയങ്കര കംഫർട്ടബിൾ സ്ഥലമായി മാറും. കാരണം അവിടെ ഇത്രയും നാൾ വലിയ റൂൾസ് ഒന്നുമില്ലായിരുന്നു. ദർ ഈസ് നോ റൂൾസ് അല്ലേ. അവർക്ക് ഇഷ്ടമുള്ള പോലെ കാര്യം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം റൂൾസ് ഇല്ലാതെ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാനൊക്കെയാണ്. പക്ഷേ സ്കൂളിലേക്ക് പോകുമ്പം അത് സാധിക്കത്തില്ലെന്ന് അവർക്കറിയും. അതൊരു സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്യും. അതാണോ സ്ട്രെസ്സ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ പുതിയ സ്കൂളുമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പേടിയുണ്ടോ, അല്ലെ ഫ്രണ്ട്സിനെ കിട്ടുമോ എന്നുള്ള ടെൻഷനാണോ, എന്താണ് അവരുടെ സ്ട്രെസ്സിന് പിറകിലുള്ള കാര്യം എന്ന് പ്ലീസ് അഡ്രസ്. ആൻഡ് ലാസ്റ്റ് വൺ, വാലിഡേറ്റ് ദെയർ വറീസ് ആൻഡ് കംഫർട്ട് ദം. അവരുടെ വറീസിനെ നമ്മൾ കൺസേൺ ചെയ്ത് അവരെ ഒന്ന് കംഫർട്ടാക്കി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, ഇനി ഇതൊക്കെ ഓർത്ത് നിങ്ങൾ എന്തിനാണ് തലപുണ്ണാക്കുന്നത്? ഞങ്ങളിവിടെ ഉള്ളപ്പോൾ പേരൻറ്റിങ്ങിനെ സംബന്ധിച്ച് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ ഞങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾക്ക് സമയത്ത് ഇതുപോലെ നല്ല ടിപ്സുകൾ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പേരൻറ്റിങ്ങൊക്കെ ഒത്തിരി സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നുന്നത്. ഗൈഡൻസും സപ്പോർട്ടും എടുത്ത് നിങ്ങളുടെ പേരൻറ്റിങ് ഏറ്റവും നല്ല ഒരു എന്തൂസിയാസ്റ്റിക് പേരൻറ്റിങ് ആക്കി മാറ്റുക. താങ്ക് യു.